നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും 99% ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ആരൊക്കെയെന്നറിയോ? ആരൊക്കെ? നിങ്ങൾ തന്നെ പറയും. ഈ നാഗരുടെ പ്രശ്നത്തിന്റെ അവർ തന്നെയാണ്, മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധിയെ വ്രണപ്പെടുത്തുക എന്നാണ് ചെയ്യണത്. ആദ്യം ഈ ക്ഷേത്രത്തിൽ ഒരു സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തെ എന്താ പറയാ, ഇവിടെ നടന്ന സംഭവം ശരി, ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് ഇതുവരെയ്ക്കും അന്വേഷിച്ചിട്ടില്ല. കാരണം ഒരു കാരണമേ ഉള്ളൂ, അച്ഛൻ മരിച്ചു, അത് നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും ഒന്നും അറിയിച്ചില്ല, നിങ്ങൾ 2 മക്കൾ ചേർന്ന് അത് സംസ്കരിച്ചു, അത് തന്നെയാണ് കാരണം. ഇല്ല, ഇത് മീഡിയ ചാനലിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. 99% ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ആരൊക്കെയെന്നറിയോ? ആരൊക്കെ? നിങ്ങൾ തന്നെ പറയും. ഈ നാഗരുടെ പ്രശ്നത്തിന്റെ അവർ തന്നെയാണ്, മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതില് ഒരു മിനിറ്റ്, സനന്ദനോട് ഒരു കാര്യം ചോദിക്കട്ടെ. 2 പരാതിയാണ് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. സനന്ദ ഒരു മിനിറ്റ് 2 പരാതിയാണ് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ 1ാമത് പരാതി കൊടുത്തിരിക്കുന്ന ആൾ തൊട്ടടുത്ത വീട്ടിലുള്ള വിശ്വംഭരൻ, 2ാമത് മാസ് പെറ്റീഷൻ കൊടുത്തതിൽ 1ാമത് ഒപ്പിട്ടിരിക്കുന്ന ആൾ യേശുദാസൻ, 2ാമത് ഒപ്പിട്ടയാൾ സനന്ദൻ പറയുന്ന നിങ്ങളുടെ തൊട്ടപ്പുറത്തെ സ്ഥലത്തിന്റെ ഉടമ മുജീബ്. അതിനകത്ത് ഈ മതവും ജാതിയും പറയാൻ എന്താണ്? യേശുദാസനുണ്ട്, വിശ്വംഭരനുണ്ട്. ഈ മാസ് പെറ്റീഷനിൽ ബാക്കി എല്ലാ മതത്തിലും ജാതിയിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമുണ്ട്. അതിനൊരു മതത്തിന്റെ കോർണറിലേക്ക് സനന്ദൻ എന്തിനാണ് കൊണ്ടുവരുന്നത്? സാറേ, ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ വിശ്വംഭരനെ പറ്റി പറഞ്ഞല്ലോ, ഈ ക്ഷേത്രത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വിശ്വംഭരൻ ഞങ്ങളുടെ ശത്രു തന്നെയാണ്. കാര്യം ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് അവർക്ക് ഇപ്പം ഞങ്ങളോടുള്ള വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കഥകളെല്ലാം കെട്ടിച്ചമച്ച് സ്റ്റേഷനിലേക്ക് കംപ്ലൈന്റ് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ ഞങ്ങൾ വഴി കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വംഭരൻ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഞാൻ പറഞ്ഞു തരാം, എനിക്ക് ഭയങ്കര ഇതായിരിക്കണം. ഞാനൊന്ന് ഹിന്ദു സംഘടനകളോടൊന്ന് ചോദിച്ചിട്ട് ഒറ്റ കാര്യമുണ്ട്. അവസാനമായിട്ട് ഇതിപ്പോ കോടതി പറഞ്ഞേക്കുന്നത് പൊളിക്കണമെന്നുള്ളതാണ്. നിങ്ങൾ പറയുന്ന ഒരു തരത്തിലും ഇത് പൊളിക്കാൻ അനുവദിക്കില്ല എന്നാണ്. ഇപ്പൊ ഈ കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ ഇത് പൊളിക്കാനായിട്ട് ജില്ലാ ഭരണകൂടവും പോലീസും ഇവിടെ വന്നാൽ നിങ്ങൾ അതിനോട് സഹകരിക്കുമോ ഇല്ലയോ? ഞാനത് പറഞ്ഞല്ലോ. ഹിന്ദു സംഘടനകളോട് ചോദിച്ചിട്ട് ഞങ്ങൾ മറുപടി നോക്കട്ടെ. ഹിന്ദു സംഘടനകൾ നോക്കട്ടെ. ഹിന്ദു ഐക്യവേദി സത്യസന്ധമായിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമാധി പൊളിക്കൂലല്ലോ. എന്തായാലും ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ ചേട്ടാ. ഈ കോടതിയുടെ നിർദ്ദേശമുണ്ട്, അത് തടയുകയാണെങ്കിൽ സ്വാഭാവികമായും മറ്റ് നടപടികൾ കൂടി നിങ്ങൾ തടയുന്ന ആളുകൾ ആരാണോ തടയുന്നത് അവർ നേരിടേണ്ടി വരും. സ്വാഭാവികമായി ഇത് പൊളിക്കുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. ചേട്ടാ, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഞാൻ ആകെ ഇതാണ് നിങ്ങളുടെ സാഹചര്യം നമുക്കറിയാം. രാവിലെ വന്നപ്പോൾ സംസാരിക്കുന്നതാണ്. പക്ഷേ ഒരു കോടതി വിധിയുണ്ട്. വിശ്വാസത്തിനപ്പുറത്തേക്ക് ഇതിനകത്ത് നിയമപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ നിയമത്തെ നിങ്ങൾ ബഹുമാനിക്കുക. ഞാൻ അതാണ് പറഞ്ഞത്. നിയമപരമായിട്ടുള്ള നടപടികൾ ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും അവർ കൂടെ ഒന്ന് ആലോചിച്ചിട്ട് അവരൊന്നൊരു തീരുമാനം എടുക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അവർ പറഞ്ഞു കഴിഞ്ഞു. കോടതി വിധി നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ഹിന്ദു ഐക്യവേദിയും മറ്റു ഹിന്ദു സംഘടനകളും പറഞ്ഞു കഴിഞ്ഞു ഇതിനകം തന്നെ. ഒരുപക്ഷെ സനന്ദനോട് നേരിട്ട് ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അവരുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ശരി. അവരെന്നെ വിളിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഞാൻ ആകെ ടയർഡാണ്, അമ്മ ഹോസ്പിറ്റലാണ്. ഞാൻ പറയാം.